(1979-80) എന്നൊരു കാലഘട്ടത്തിൽ ഈ വല്ലകം സെൻറ് മേരീസ് UP സ്കൂളിൽ പഠിച്ച് ഹൈസ്കൂൾ പഠനത്തിനായി, അന്ന് ഹൈസ്കൂൾ വല്ലകത്തില്ല, പുറത്തേക്ക് പോയ ഒരു കൂട്ടം കൂട്ടുകാരാണ് ഞങ്ങളിവിടെ സമീപിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ കെട്ടിടത്തിൽ, ഈ മുറിയിൽ, ഈ സ്റ്റേജിൽ ഇങ്ങനെ ഒരു അവസരം ഉണ്ടാകാൻ സാധിച്ചതും നമുക്കെല്ലാവർക്കും ഒരു ഗൃഹാതരത്വം, അങ്ങനെ പറഞ്ഞാൽ അത് ശരിയാകില്ല, നൊസ്റ്റാൾജിക് ഫീൽ തന്നെ തരുന്ന ഒരു സംഭവമാണ്. ഈ സ്റ്റേജിനകത്ത് ഇവിടെ നമ്മൾ ഈ കൂടിയിരിക്കുന്ന എല്ലാവരും തന്നെ ഒരു പ്രാവശ്യമെങ്കിലും ആ ഒരു കാലഘട്ടത്തിൽ 70-80 കാലഘട്ടത്തിൽ കയറിയിട്ടുണ്ട്. നാടകമായിട്ടും ഡാൻസായിട്ടും പാട്ടായിട്ടും അന്നത്തെ ആ സ്റ്റേജ് തന്നെ ഇപ്പോഴും നിലനിൽക്കുകയാണ്. അന്നത്തെ ഈ കെട്ടിടത്തിൽ ഇരുന്ന് നമ്മൾ UP സ്കൂളിൽ 1-ലോ 2-ലോ 3-ലോ ഒക്കെ ഈ വിങ് ആയിരുന്നു, അപ്പുറത്തെ സൈഡ് ആയിരുന്നതാണ് എൻ്റെ ഒരു ഓർമ്മ. ഹൈസ്കൂള് ഈ ക്ലാസ്സുകളിലൊക്കെ തന്നെ നമ്മൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇരുന്ന് പഠിച്ചിട്ടുണ്ട്. ഈ ഓടിന് താഴെ ആ സ്ഥലത്തേക്ക് ഒരു 45 വർഷം കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഇവിടെ സമ്മേളിക്കുകയാണ്. ഈ ഓർമ്മക്കൂട് നല്ലൊരു പേരാണ്. ഓർമ്മ എന്തിനാ? മറക്കാതിരിക്കാനാ. നല്ല ഓർമ്മകൾ എന്നും കൂടെ കൊണ്ട് നടക്കാനാണ് ഈ ഓർമ്മക്കൂടുകൾ ഉണ്ടാകുന്നത്. ജീവിതത്തിൽ ചില കാര്യങ്ങളെ, ചില വ്യക്തികളെ, സാഹചര്യങ്ങളെ മറക്കരുത് എന്ന് പഠിപ്പിക്കാനാണ് ഈ ഓർമ്മക്കൂട്. പക്ഷേ ഈ ഓർമ്മയുണ്ടാകാൻ 45 വർഷം എടുത്തു എന്നുള്ളതാണ്. അപ്പോൾ പ്രത്യേകമായിട്ട് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഈ ദിവസത്തിൻ്റെ ആശംസകൾ നേരുകയാണ്. ഈ സ്കൂൾ ബിൽഡിങ് പൊളിച്ചു പണിയാൻ 5 വർഷമായി പഞ്ചായത്തിലും ടൗൺ പ്ലാനിലൊക്കെ നടക്കുന്നു. എനിക്ക് തോന്നുന്നു ഈ ഓർമ്മക്കൂടും കൂടി കഴിയാൻ വേണ്ടിയായിരിക്കും. ഈ ഓർമ്മക്കൂടും കൂടി കഴിഞ്ഞ ഒരു തീരുമാനമാകും. കാരണം 108 വർഷത്തെ ചരിത്രമുണ്ട് നമ്മളിരിക്കുന്ന സ്കൂളിൽ. 108 വർഷത്തെ 1916 നമ്മൾ സ്കൂൾ ആരംഭിച്ചത്. ഇപ്പോൾ 108 വർഷമായി. അപ്പോൾ പല രീതിയിലും നമ്മൾ ഇതിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി പരിശ്രമിച്ചിട്ടും പല കാര്യങ്ങൾ കൊണ്ട് നടക്കാതെ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങളും ഈ ഓർമ്മ ഉണ്ടാകാൻ വേണ്ടിയായിരിക്കാം ഇതിങ്ങനെയൊക്കെ തന്നെ നിൽക്കുന്നത്. നമുക്കറിയാം ഇവിടെ ഓരോ വാതിലിനും ഓരോ ജനലയ്ക്കും ഓരോ ബെഞ്ചിനും ഒക്കെ ഒത്തിരി കഥകൾ നിങ്ങളോട് പറയാനുണ്ട്. അപ്പോൾ ഏറ്റവും സ്നേഹമുള്ളവർ, ഞാൻ വലിയ അധിക പ്രസംഗമൊന്നും പറയുന്നില്ല. മാതാപിതാ ഗുരു ദൈവം എന്നാണ് നമ്മളൊക്കെ പഠിച്ചിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ഈ സാറുമാരെ കാണുമ്പോൾ പണ്ട് കാലത്തെയും ഇന്നത്തെ കാലത്തെയും നമ്മൾ സാറുമാരൊരു വ്യത്യാസമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പണ്ട് നമുക്ക് ഇവരെയൊക്കെ ഭയങ്കര പേടിയായിരുന്നു. പക്ഷേ അവർ ശിക്ഷിച്ചാലും നമുക്ക് മനസ്സിനൊരു ആദരവുണ്ട്, ബഹുമാനമുണ്ട്. എന്നെ പഠിപ്പിച്ച സാറാണ് എന്ന് പറയാൻ. ഓർമ്മകൾ പുതുക്കുവാൻ ഓർമ്മക്കൂട്ടിൽ ഒത്തുചേരാം, നമുക്കൊത്തുചേരാം. ഓർമ്മകൾ പുതുക്കുവാൻ ഓർമ്മക്കൂട്ടിൽ ഒത്തുചേരാം, നമുക്കൊത്തുചേരാം. ഓർമ്മക്കൂട്, ഓർമ്മക്കൂട്, ഓർമ്മക്കൂട്.
ഓർമ്മക്കൂട് 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 ഓർമ്മക്കൂട്. ഓർമ്മകളെ ചേർത്തു വെച്ചു കൂട്ടുകൂടിടാം, പൂർവകാല ചിന്തകൾ ഓർത്തെടുത്തിടാം. ഓർമ്മകളെ ചേർത്തു വെച്ച് കൂട്ടുകൂടിടാം, പൂർവകാല ചിന്തകൾ ഓർത്തെടുത്തിടാം. നൊമ്പരങ്ങൾ ചേർത്തു വെച്ചു സ്നേഹം പങ്കിടാം, മുത്തുമാല പോലെ നമുക്കൊത്തു ചേർന്നിടാം. നൊമ്പരങ്ങൾ പങ്കുവച്ച് സ്നേഹം പങ്കിടാം, മുത്തുമാല പോലെ നമുക്കൊത്തു ചേർന്നിടാം. ഓർമ്മകൾ പുതുക്കുവാൻ ഓർമ്മക്കൂട്ടിൽ ഒത്തുചേരാം, നമുക്കൊത്തുചേരാം. ഓർമ്മക്കൂട് 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 ഓർമ്മക്കൂട്. മറന്നുപോയ രൂപവും ഓർത്തെടുക്കുവാൻ, പഴയ കാല ഓർമ്മകൾ വീണ്ടെടുക്കുവാൻ. മറന്നുപോയ രൂപവും ഓർത്തെടുക്കുവാൻ, പഴയകാല ഓർമ്മകൾ വീണ്ടെടുക്കുവാൻ. അണിയണിയായി ഞങ്ങളും വന്നിടുന്നിതാ, അധ്യാപക വിദ്യാർത്ഥി സംഗമം. അണിയണിയായി ഞങ്ങളും വന്നിടുന്നിതാ, അധ്യാപക വിദ്യാർത്ഥി സംഗമം സംഗമം. ഓർമ്മകൾ പുതുക്കുവാൻ ഓർമ്മക്കൂട്ടിൽ ഒത്തുചേരാം, നമുക്കൊത്തുചേരാം. ഓർമ്മകൾ പുതുക്കുവാൻ ഓർമ്മക്കൂട്ടിൽ ഒത്തുചേരാം, നമുക്കൊത്തുചേരാം. ഓർമ്മക്കൂട് 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 ഓർമ്മക്കൂട്. ഓർത്തെടുക്കാനായിട്ടാണെങ്കിൽ 100,000 കാര്യങ്ങളുണ്ട്. പക്ഷേ എനിക്ക് ഇപ്പോൾ ഈ ഒരു നിമിഷം എനിക്ക് തോന്നുക, നമ്മൾക്ക് നല്ല സർവശക്തനായ ദൈവത്തോട് നന്ദി പറയുവാനായിട്ട് സാധിക്കണം. നമ്മുടെ കൂട്ട് നടന്ന പലരും, നേരത്തെ ബെന്നിച്ചൻ പറഞ്ഞ പോലെ ബെന്നിച്ചൻ്റെ ഓർമ്മയിലുണ്ടായിരുന്നവരും നമ്മുടെ കൂട്ടുകാരായിട്ടുള്ളവരും നമ്മുടെ ടീച്ചർമാരായിട്ടുള്ളവരും സാറന്മാരായിട്ടുള്ളവരും ഒക്കെ പതിയെ പതിയെ ഈ ലോകത്തിന് വിടവാങ്ങുമ്പോഴും നമ്മൾക്ക് സർവശക്തനായവൻ നമ്മൾക്ക് ഈ ആരോഗ്യം നൽകി ജീവൻ നൽകി മുന്നോട്ട് പോകുവാനായിട്ടുള്ള ശക്തി നൽകിയിട്ടുണ്ട്. ഞാൻ ആ ദൈവത്തിൻ്റെ ശക്തി ഞാൻ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയ ദിവസം എന്ന് പറയുന്നത്, നിങ്ങൾ ഞങ്ങളോട് പറയാതെ പിക്നിക്കിന് പോയില്ലേ അന്നാണ്. അതായത് നിങ്ങൾ വാഗമണ്ണിന് പോയല്ലോ. അന്ന് ഞാൻ ഈ ദൈവത്തിൻ്റെ ശക്തി അറിഞ്ഞ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൊക്കം അധികം വെച്ചിട്ടില്ലെങ്കിൽ വണ്ണം കൊണ്ട് ഒട്ടും കുറയാത്ത ആൻഡോച്ചൻ ഒരു കയറ് കെട്ടി ഒരു ഞാന്മേൽ കയറിയിട്ട് ഒരു സർക്കസ് കാണിച്ചപ്പോൾ എൻ്റെ കർത്താവേ അത് പൊട്ടാതെ ഇരുന്നല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഈ ജഗദീശ്വരൻ്റെ ശക്തി എത്രമാത്രം ഉണ്ടെന്ന് ഞാൻ കണ്ടത്. കൊച്ചുങ്ങളായി മാറിയ നിങ്ങളെ കാണുമ്പോൾ അന്നത്തെ കാലത്ത് ഒത്തിരിയേറെ സന്തോഷം തോന്നി. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഒരുപക്ഷെ സ്കൂൾ കാലത്തിൽ നമുക്ക് കിട്ടാതെ പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓരോന്നും സ്വന്തമാക്കുന്ന കൂട്ടുകാരെ കാണുമ്പോൾ ഒത്തിരിയേറെ സന്തോഷം തോന്നുമല്ലോ. ഞങ്ങൾ അവിടെ ഇല്ലായിരുന്നുവെങ്കിലും ഏകദേശം അവിടെ ഉണ്ടായിരുന്നത് പോലെ തന്നെയാണ് നിങ്ങളുടെ ഈ ഫോട്ടോഷൂട്ടും വീഡിയോയും കാര്യങ്ങളും ഒക്കെ. അത് കമൻ്റ് ഉൾപ്പെടെ ചില കാര്യങ്ങൾ വരുമ്പോൾ വളരെ മനോഹരമായിരുന്നു. അത് ഇന്നലെ വൈകുന്നേരത്തെ സാജിദയുടെ ഈ ക്ലാസ് റൂം ക്ലീനിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അത്
അതിമനോഹരമായിട്ട് വന്നപ്പോൾ ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടായിരുന്ന ഒരു പ്രതീതിയാണ് ജനിപ്പിച്ചിട്ടുള്ളത്. പ്രിയമുള്ളവരെ, നമ്മൾക്ക് പറഞ്ഞു തീർക്കാൻ പറ്റാത്ത തരത്തിലുള്ള 100,000 ഓർമ്മകളുണ്ട്. നിങ്ങളുടെ ഓരോരുത്തരെയും ജീവിതം എന്ന് പറയുന്നത് എത്രയോ മനോഹരമായിട്ട് മാറണം എന്നുള്ളതാണ് ചിന്ത പലപ്പോഴും. എനിക്ക് തോന്നുക ഇവിടെ ഇരിക്കുന്ന പലരെയും കണ്ടാൽ അറിയില്ല എന്ന് ബെന്നിച്ച് പറഞ്ഞു പേര് മാത്രമേ മാറാത്തുള്ളൂ എന്ന് പറഞ്ഞു. എൻ്റെ അവസ്ഥ പേര് പോലും മാറിയ ആളാണ് ഞാൻ. രൂപവും മാറി, പേരും മാറി, എല്ലാം മാറിയിട്ടുള്ള അവസ്ഥയിലാണ്. പക്ഷേ എനിക്ക് തോന്നുക നമ്മൾ ഈ കൂട്ടായ്മ പലതരത്തിലും പല കൂട്ടുകാരും പലയിടത്ത് വെച്ച് കാണുകയും ഒത്തിരിയേറെ കാര്യങ്ങൾ ചിന്തിക്കുവാനും ഒക്കെയുള്ള സമയം കിട്ടിയിട്ടുണ്ട്. അതിരില്ലിവിടെ ഒന്നാണെല്ലാരും. ഓണവില്ലിൻ തമ്പുരു വീട്ടും വീടാണീ വീട്. എന്നുമെന്നും പൂക്കണി വിടരും വീടാണീ വീട്. പരിപാടികൾ സംഘടിപ്പിച്ചതിന് സംഘാടകരോട് ആദ്യമായി നന്ദി പറയുന്നു. എന്നെ വന്ന് വീട്ടിൽ വിളിച്ചപ്പോൾ എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് വരാൻ പറ്റിയില്ലെന്നുള്ള മട്ടിലാണ് ഞാൻ അവരോട് പറഞ്ഞത്. പക്ഷേ അവരുടെ സ്നേഹപൂർവ്വമായ നിർബന്ധം കാരണം എനിക്ക് വരാതിരിക്കാൻ പറ്റിയില്ല. എങ്കിലെന്ന് എടുത്തോണ്ടല്ല വന്നത്, ഞാൻ നടന്നിരുന്നത്. അതുകൊണ്ട് എല്ലാവരും ഞാൻ നന്ദി പറയുന്നു, അറിയിക്കുകയും ചെയ്യും. ഞാനിവിടെ 35 കൊല്ലത്തോളം സർവീസുണ്ടായിരുന്നു. എല്ലാ ഇതിങ്ങനെ പരിപാടി സംഘടിപ്പിച്ചതിന് വളരെയധികം നന്ദി. സ്നേഹം എല്ലാവരെയും കാണാൻ സാധിച്ചതിന് വളരെയധികം നന്ദിയുണ്ട്. സാരമില്ല, വന്നിട്ട് പോകാൻ എല്ലാവരും വിളിക്കുന്നുണ്ട്. അത് വളരെ സന്തോഷമായി എല്ലാവരെയും നിങ്ങളുടെ വാചനങ്ങൾ എല്ലാവരെയും കാണാൻ. അത് വളരെ സന്തോഷമായി. എല്ലാം വിളിച്ചതിലും തരാനും സാധിച്ചതിൽ എല്ലാവരെയും നന്നായി. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഞങ്ങൾ പഴയകാല ഗുരുക്കന്മാരെ നിങ്ങൾ ഓർക്കുകയും ഞങ്ങളെ ഈ ചടങ്ങിലേക്ക് വിളിക്കാൻ സന്മനസ് കാണിക്കുകയും ചെയ്തതിന് ഞങ്ങൾ പ്രത്യേകം നന്ദി പറയുന്നു. സാധാരണ പ്രൊഫഷണലായിട്ടുള്ള വലിയ കോളേജുകൾ, ഡോക്ടർമാർ അങ്ങനെയുള്ളവരാണ് ഇതിനൊരു ചടങ്ങ് സംഘടിപ്പിക്കാറുള്ളത്. നിങ്ങൾ ചെറിയ UP സ്കൂളിൽ നിന്ന് പോയ കുട്ടികൾ ഇങ്ങനൊരു കാര്യം നടത്തിയതിൽ വളരെ സന്തോഷമുണ്ട്. ഇതിൽ പ്രയത്നിച്ച എല്ലാവർക്കും പ്രത്യേകം ടീച്ചർമാരെ എല്ലാ വീടുകളിൽ വന്ന് വിളിക്കുകയും ഉള്ള ത്യാഗം സഹിക്കുകയും സംഘടിപ്പിക്കുകയും ചെയ്ത എല്ലാവർക്കും പ്രത്യേകം അഭിനന്ദനങ്ങളും നന്ദിയും അറിയിച്ചുകൊള്ളുന്നു. അതുകൊണ്ട് ഈ നാടുമായിട്ടുള്ള ബന്ധം കുറവാണ്. പിന്നെ നമ്മുടെ ഈ ഗ്രൂപ്പ് ആരംഭിച്ചപ്പോൾ തന്നെ എന്നെ ഈ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തുകയും ഗ്രൂപ്പിലെ മെസ്സേജുകളെല്ലാം ഞാൻ കാണാറുണ്ട്. ഗ്രൂപ്പിൽ കൂടുതലായിട്ട് ബന്ധപ്പെടാറില്ല. പിന്നെ ഇങ്ങനെ പരിപാടിയിൽ സംബന്ധിക്കാൻ അവസരമുണ്ടായതിൽ ദൈവത്തിന് ആദ്യമായിട്ട് നന്ദി പറയുകയാണ്. അതുപോലെ ഇതുപോലൊരു സംഗമം സംഘടിപ്പിക്കാൻ പരിശ്രമിച്ച ഇതിൻ്റെ സംഘാടകർക്കും മറ്റെല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം ഞാൻ നമസ്കാരം. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വന്നതിന് ഞങ്ങൾ ഒത്തിരി നന്ദി അറിയിക്കുന്നു. കൂടെ താങ്ക് യു. നമസ്കാരം. ഒരു മിനിറ്റ്.
ഭാസ്കരൻ നമ്മളോട് ഒരു മിനിറ്റ് സംസാരിക്കും, ഒരു വാക്ക്. ഞാൻ ആദ്യമായിട്ട് വരുമ്പോൾ റോമൻ എന്നെ വിളിക്കുകയോ ക്ഷണിക്കുകയോ വന്നിരുന്നു. എല്ലാവർക്കും ചായ പണക്കാരെ കൊടുത്ത് ഞാനാണ്. അപ്പം എനിക്ക് കാലുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കാല് നഷ്ടപ്പെട്ടു. പെട്ടെന്നായിരുന്നു ഷുഗർ ബാധിച്ച് കാല് പോയത്. പിന്നെ കിഡ്നി കംപ്ലൈൻ്റ് ആയി. പിന്നെ കണ്ണിന് പ്രശ്നമായി. പിന്നെ എനിക്ക് ഈ കൂട്ടുകാരന്മാരെല്ലാം സാമ്പത്തികമായിട്ട് സഹായം ചെയ്തു. മെഡിക്കൽ കോളേജിൽ കിടന്നപ്പോൾ അവിടെ വന്ന് കണ്ടു. എല്ലാത്തിനും എനിക്ക് സന്തോഷമുണ്ടായി. സഹകരണങ്ങൾ നൽകി കൂട്ടുകാരെ കാണാൻ സാധിച്ചതിലും ഇവിടെ വന്ന് ഇങ്ങനെ ഒരു ഇത് സഹായിച്ചതിലും ഞാൻ എൻ്റെയും കുടുംബത്തിൻ്റെയും നന്ദി അറിയിക്കുന്നു. പിന്നെ എൻ്റെ 19-ാം തീയതി എൻ്റെ മോളുടെ കല്യാണമാണ്. അത് നേരത്തെ എല്ലാവരും നിശ്ചയിച്ച് മാറ്റി വെക്കാൻ പറ്റത്തില്ല. അവിടെ 19-ാം തീയതി അരീക്കുളങ്ങര അമ്പലത്തിൽ വെച്ചാണ് കല്യാണം. ഹാളിൽ വെച്ചാണ് എൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ എല്ലാവരും ഇതൊരു ക്ഷണക്കത്തായി പങ്കെടുക്കണമെന്ന് ഞാൻ താല്പര്യപ്പെടുന്നു. എന്താണെന്നോ എന്താണ് അസുഖത്തിൻ്റെ ഇതിൽ ഒരു നമ്മളൊരു സഹായം ചെയ്യുന്നതാണ്. റിസ എന്തായാലും എല്ലാവരോടും കൂടി ഒരു എന്തെങ്കിലും ഒരു വാക്കുകൾ പറയും. എനിക്ക് ഈ 3-4 മാസം, 1 വർഷത്തോളമായി യൂട്രസിലൊരു മുഴയായിട്ട്. അപ്പം അവിടെ ഇത് സ്കാൻ ചെയ്തപ്പോഴത്തേക്കും അത് ഇച്ചിരി കുഴപ്പമുള്ള മുഴയാണെന്ന് പറഞ്ഞതുകൊണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് ഇപ്പോൾ 3 മാസത്തോളം റെസ്റ്റിൽ വീട്ടിൽ ഇരുന്നപ്പോഴാണ് നമ്മുടെ ബോബനും ജയമ്മ, സിന്ധു, പിന്നെ സിബി, സാജിദ അവരെല്ലാവരും വീട്ടിൽ വന്നു എന്നെ കാണുകയും നമ്മളിങ്ങനെ ഒരു ഗ്രൂപ്പ് തുടങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഗ്രൂപ്പിൽ ഞാനും അംഗമായി. എല്ലാവരെയും കണ്ടൊരു സന്തോഷം. പിന്നെ ഇങ്ങനെ കഴിഞ്ഞ ദിവസം ഇവരെല്ലാവരും കൂടി വീട്ടിൽ വന്നപ്പോൾ ഭരണം വരാതിരിക്കരുത്, ഇങ്ങനെ ഒരു ചികിത്സാ സഹായമുണ്ട്. അതുകൊണ്ട് എനിക്ക് തീരെ വയ്യായിരുന്നു. നാളെ മെഡിക്കൽ കോളേജിൽ പോകണം. അതുകൊണ്ട് ഞാൻ വന്നതാണ്. വളരെ സന്തോഷം എല്ലാവരോടും. ചുരുക്കം ചിലത് എനിക്ക് തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ. അതിൻ്റെ കാരണം നിസ്സാരമാണ്. എൻ്റെ അമ്മ ഇവിടുത്തെ ഒരു അധ്യാപികയായിരുന്നു. അതുകൊണ്ട് അധികം കളിക്കാനും അടിപിടിക്കാനും ഒന്നും സാധിക്കുകയില്ലായിരുന്നു. അതുകൊണ്ടാണ് അധികം പേരെ പരിചയമില്ലാത്തത്. എങ്കിലും പഴയ മുഖങ്ങൾ കാണുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എനിക്കറിയാം പലരും എന്നെ തിരിച്ചറിഞ്ഞിരിക്കുക. ഒരുപക്ഷെ ഒരു സൗഹൃദ ബന്ധം നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ഈ പ്രത്യേകം ആശംസിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും വർഷം ഞാൻ ആസാമിലായിരുന്നു. ആസാം 7 സംസ്ഥാനങ്ങളുണ്ട്. നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ, വടക്കിഴക്ക് ഇന്ത്യയിൽ. 2ാം ലോക മഹായുദ്ധകാലത്തെ യുദ്ധത്തിൽ ആ ഭാഗത്ത് മരിച്ചവരെയൊക്കെ അടക്കിയിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്, നാഗാലാൻഡ് എന്ന സംസ്ഥാനത്ത്. അത് അറിയപ്പെടുന്നത് വാർ സിമിട്രി എന്നാണ്. യുദ്ധത്തിൽ മരിച്ചവരുടെ സിമിത്തേരി. എല്ലാ മതവിഭാഗങ്ങളും അവിടെയുണ്ട്, അടക്കിയിട്ടുണ്ട്. ചുരുക്കം ചിലരുടെയൊക്കെ ബോഡി അവിടെ അടക്കി കാണുകയില്ല. കാരണം അവരുടെ മതാചാര പ്രകാരം അവരുടെ പള്ളികളിലോ മോസ്കിലോ ആയിരിക്കും അടക്കിയിരിക്കുന്നത്. പക്ഷെ അവർക്ക് വേണ്ടിയിട്ടൊരു മെമ്മോറിയൽ സ്റ്റോൺ അവിടെയുണ്ട്. 1420 കല്ലറകളാണ് അവിടെയുള്ളത്. അത് വളരെ മനോഹരമായിട്ട് സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന സ്ഥലമാണ്. കോമൺവെൽത്ത് കൺട്രീസിൻ്റെ മേൽനോട്ടത്തിലാണ് നോക്കുന്നത്. അങ്ങോട്ട് ഒരു ടൂറിസ്റ്റ് സെൻ്ററും കൂടിയാണ്. അവിടെ ചെല്ലുമ്പോൾ എഴുതി വച്ചിരിക്കുന്ന ഒരു കല്ലിൽ എഴുതി വച്ചിരിക്കുന്ന ഒരു വാക്യമുണ്ട്. നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ ചെന്ന് ഞങ്ങളെപ്പറ്റി സംസാരിക്കുക. അവരോട് പറയുക, നിങ്ങളുടെ നാളേക്ക് വേണ്ടി ഞങ്ങൾ ഞങ്ങളുടെ ഇന്നിനെ ബലികഴിച്ചിരിക്കുകയാണ്. ഓരോരുത്തരും മരിച്ചത് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, അവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ടല്ല. അവർ യുദ്ധത്തിൽ മരിച്ചവരാണ്. അവരുടെ രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്ത് മരിച്ചവരാണ്. അതുകൊണ്ടാണ് അവർ പറയുന്നത്, നിങ്ങളുടെ നാളേക്ക് വേണ്ടി ജീവൻ ബലികഴിച്ചവരാണ് ഞങ്ങളെക്കുറിച്ച് നിങ്ങൾ വീട്ടിൽ പോകുമ്പോൾ സംസാരിക്കുക. അധ്യാപകരെ ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഇത് ഓടി വരാറുണ്ട്. നമ്മുടെ നല്ല നാളേക്ക് വേണ്ടി അവർ സ്വജീവിതം വളരെ ആത്മാർത്ഥമായിട്ട് ചെലവഴിച്ചവരാണ്. നമുക്കവരെ നന്ദിയോടെ ഓർക്കാം. Thank you.
പഠിപ്പിച്ചിട്ടുണ്ടെന്ന് എന്നോട് ബോബൻ പറയുകയുണ്ടായി. മാതൃകാപരമായൊരു പ്രവർത്തനത്തിലൂടെയാണ് നിങ്ങൾ കടന്നുപോയിരിക്കുന്നത്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളായിട്ടും ചികിത്സാ സഹായങ്ങളായിട്ടും ഈ ചുരുങ്ങിയ കാലഘട്ടത്തിൽ നല്ല ഭംഗിയായിട്ട് ഒരു കുടുംബ സംഗമം നടത്തുക എന്ന് പറയുന്നത് ഏറെ ഹൃദ്യമായൊരു കാര്യമാണ്. ഇതിൻ്റെ ഒരു ആശയം രൂപപ്പെടുന്നത് ഏകമായിട്ടുള്ളൊരു മനസ്സിലായിരുന്നു. ആ ഒരു നല്ല മനസ്സ്, ആ മനസ്സിൽ നിന്ന് അത് സ്വാംശീകരിച്ച് എടുക്കാനായിട്ട് ഏറ്റെടുക്കാൻ വേറെ ചില മനസ്സുകൾ, അതോടുകൂടി തന്നെ അർത്ഥപൂർണമായിട്ട് അത് ഏറെക്കുറെ നല്ല രീതിയിൽ എടുക്കാനായിട്ട് 68 അംഗങ്ങൾ. വളരെ സന്തോഷകരമുണ്ട് എനിക്ക്. ഇത് തികച്ചും ആത്മാർത്ഥമായിട്ട് കടന്നു പോകുന്ന ഒരു കൂട്ടായ്മയാണ്. അതോടൊപ്പം തന്നെ എല്ലാ ഭാവങ്ങളും നേരുകയാണ്. നിങ്ങൾക്കൊക്കെ തോന്നുന്നുണ്ടാവുമല്ലോ ഇതിൽ കൂടുതൽ ഇനിയും ബാച്ച് അല്ലെ ആൾക്കാരെ ഇനിയും കണ്ടെത്താനില്ല, നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. കുറേ മുഖങ്ങളും നമ്മളെ വിട്ടുപോയിട്ടുണ്ട്. നമ്മളെ പഠിപ്പിച്ച അധ്യാപകരായിക്കോട്ടെ, അവരും നമ്മളെ വിട്ടുപോയിട്ടുണ്ട്. അച്ഛൻ പറഞ്ഞു ഈ കെട്ടിടം ഇതേപോലെ നിർത്തുന്നത് അത് പഞ്ചായത്തിനിട്ടുള്ളൊരു ചെറിയൊരു ഇതാണ്. അത് ഞാൻ ഇരുന്നപ്പോൾ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇതിൽ കുറച്ച് പേപ്പേഴ്സിൻ്റെ വർക്കുകൾ തീരാനുണ്ട്. അതിത്തിരി നൂലാമാല പിടിച്ച കാര്യങ്ങളാണ് എൻ്റെ പുറകെ ഉണ്ട്. എങ്കിൽ പോലും എൻ്റെ ആവുന്ന വിധത്തിൽ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിന് മുന്നുള്ള മെമ്പേഴ്സ് ചെയ്ത ഫയല് വീണ്ടും എടുത്ത് പഠിച്ച് ശരിയായി വരുന്നതേ ഉള്ളൂ. സൂപ്പർ ചോദ്യം. വെച്ചടി കയറ്റം കിട്ടുന്ന ജോലി ആരാണ്ട് പറഞ്ഞു. ആരാ പറഞ്ഞു? ആ കറക്റ്റ് ആട്ടാ. ശരി മുട്ടായി കൊണ്ടുവരുന്നുണ്ട്. മുട്ടായിയുടെ ആള് വരുന്നുണ്ട്. വെച്ചടി കയറ്റം കിട്ടുന്ന ജോലി തെങ്ങായിട്ടും മീൻ പിടിക്കാൻ പറ്റാത്ത വല ശരിയാണ്. പക്ഷെ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് വലയായിട്ട് ബന്ധമുള്ളതല്ല എൻ്റെ ആൻസർ. പക്ഷെ ചോദ്യം ഇതാണ്, മീൻ പിടിക്കാൻ പറ്റാത്ത വല. ആരാ പറഞ്ഞു? കവല. ശരി, ആരാ പറഞ്ഞു? ഇത് ഇവിടെയും പറഞ്ഞു അവിടെയും പറഞ്ഞു. പൊന്നും നോക്കി മണ്ണും നോക്കി എന്നെ കേട്ടാൻ വന്നോരുക്ക് പുരയാണെങ്കിൽ മെഞ്ഞിട്ടില്ല, പുരയിടവും ബോധിച്ചില്ല. നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ, എന്നിട്ടെന്നെ നിന്നെ കേട്ടാൻ ഇന്നുവരെ വന്നില്ലാരും. പൊന്നും നോക്കി മണ്ണും നോക്കി വന്നോരുക്ക് എന്നെ വേണ്ട, എന്തെങ്കിലും ആശ തോന്നിയാണൊരുത്തൻ വന്നു ചേരും. നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ, എന്നിട്ടെന്നെ നിന്നെ കേട്ടാൻ ഇന്നുവരെ വന്നില്ലാരും. നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ, എന്നിട്ടെന്നെ നിന്നെ കേട്ടാൻ ഇന്നുവരെ വന്നില്ലാരും. വേദിയിലിരിക്കുന്ന എല്ലാ ടീച്ചേഴ്സിനും എല്ലാവർക്കും എൻ്റെ കൂട്ടുകാർക്കും എല്ലാവർക്കും നമസ്കാരം. ഞാൻ പൊതുവെ അധികം സംസാരിക്കാത്ത ഒരാളാണ്. എന്നെ പലരും അറിയുമെന്ന് എനിക്കറിയില്ല. ഞാനിവിടെ 7Bയിലായിരുന്നു. വർത്താനം പറഞ്ഞു. അതായത് ടീച്ചർ പുറത്തേക്ക് പോകുമ്പോൾ വർത്താനം പറഞ്ഞവരുടെ പേര് എഴുതി വെക്കാൻ പറയും. സിസിയുടെ പേരായിരുന്നാണ് വെന്നിച്ച് മണ്ഡപത്തിൽ. വെന്നിച്ചിന് വേറെ പണിയൊന്നും ഇല്ലായിരുന്നു. എനിക്ക് നല്ല സന്തോഷമുണ്ട് ഇവിടെ വന്നതിൽ. കാരണം വളരെ വർഷങ്ങൾക്ക് ശേഷമാണ്. ഞാൻ നോർത്ത് ഇന്ത്യയിലായിരുന്നു. ഇപ്പോൾ ഞാനിവിടെ എടപ്പള്ളിയിലാണ്. അപ്പോൾ ഞാനോർത്ത് ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉള്ളപ്പം ഇവിടെ വന്ന് എല്ലാവരും ഒന്ന് കാണാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ എടപ്പള്ളിയിൽ നിന്ന് ഇവിടെ വരെ വന്നത്. പല തിരക്കുകൾ എനിക്കും ഉണ്ടായിരുന്നു. ഒന്ന് തിരിച്ചും പോകണം. സോ ഞാൻ എല്ലാവരും ഒന്ന് കാണാനും ബോബനും ദിനേശനും ഇവിടെയുള്ള എല്ലാവർക്കും ഒത്തിരി നന്ദി പറയുന്നു. ഞാനിപ്പോൾ തൃശ്ശൂർ സെൻറ്റ് മാർത്ത കോൺഗ്രിഗേഷനിലാണ് സിസ്റ്ററായി. ഇപ്പോൾ 3 വർഷമാവുന്നു. അങ്ങനെ നന്നായി പോകുന്നു. എല്ലാവരെയും കാണാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. കാരണം
എനിക്ക് ഈ സമയത്ത് വെക്കേഷൻ, ഞാൻ മെയ് മാസത്തിലാണ് വരാറ്. കറക്റ്റ് ഈ സമയത്ത് തന്നെ ഇങ്ങനെ ഒരു കാരണം കൂടി ഉള്ളത് കൊണ്ട് എനിക്ക് വരാൻ സാധിച്ചു. ഈ കാരണം പറഞ്ഞിട്ടാണ് ഞാൻ 5 ദിവസമാണ് ഞങ്ങൾക്ക് വെക്കേഷൻ ഉള്ളത്. അപ്പോൾ ഈ സമയത്ത് ആയതും ദൈവാനുഗ്രഹം നിങ്ങളെയൊക്കെ കാണാനും അമ്മയുടെ പഴയ അമ്മ ആയിരുന്ന മഠത്തിലും പഠിച്ച പഴയ സ്കൂളിലൊക്കെ വരാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അമ്മ എപ്പോഴും പറയും കൂട്ടുകാരെക്കുറിച്ചും. അപ്പോൾ ഫോൺ വിളിക്കുമ്പോഴാണേലും മോള് സിസ്റ്ററാണെന്നൊക്കെ അഭിമാനത്തോടെ അമ്മ പറയാറുണ്ട്. അപ്പം അവരുടെ ഒരു ഗ്യാതറിങ് ഇവിടെ കൂടാൻ ദൈവമാണെല്ലാം ഒരുക്കുന്നത്. അപ്പോൾ ഇതിൽ പിന്നെ പ്രവർത്തിച്ച എല്ലാവർക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. താങ്ക് യു. ഷാജിയുടെ അമ്മ 2 മാസം അല്ലേ 1.5 മാസം മുമ്പ് മരിച്ചു. അപ്പം പോകാൻ പറ്റിയില്ല. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഞാനോർക്ക് ഒരു കാരണമായിരിക്കും ഷാജി വരാം. അപ്പോൾ എനിക്ക് കൊടുക്കാം. എന്നെ സംബന്ധിച്ച് എനിക്ക് പല മുഖങ്ങളും അപരിചിതമാണ്. കാരണം ഞങ്ങൾ 87 ഇവിടുന്ന് ഹൈറേഞ്ചിലേക്ക് പോയി. അപ്പം അതുകൊണ്ട് പിന്നീട് എനിക്ക് ആകെയുള്ളൊരു കണക്ഷൻ ബോബനായിരുന്നു. ബോബൻ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജുകളായിരിക്കും, വിളിക്കും. ഇവിടെ എന്ത് സംഭവങ്ങൾ, മരണം നടന്നാലും ജനനം നടന്നാലും ബോബൻ എന്നെ വിളിച്ച് പറയും. അങ്ങനെ ഒരു ബന്ധം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ എൻ്റെ ക്ലാസ്സിൽ പഠിച്ചവരിൽ ബോബനെ ഒഴികെ വേറെ ആരെയും ഈ ഒരു 3-4 മാസം മുമ്പ് വരെ കണ്ടില്ല. 4 മാസം മുമ്പ് ഞാനിവിടെ നമ്മുടെ പുഷ്പ ടീച്ചറിൻ്റെ മരുമകൾ മരിച്ചപ്പോൾ അവിടെ വന്നപ്പോഴാണ് ഷോജീനെ, നിങ്ങൾ പോലെ പ്ലീസ്, ഷോജീനെ ഞാൻ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. പക്ഷെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എന്നുള്ളതാണ് ഷോജിയുടെ ഒരു ഗുണം. കാരണം എൻ്റെ ഗുണമല്ല, ഷോജിക്ക് മാറ്റം വന്നില്ല. പിന്നെ ഞാൻ സിസിലിയിലെ, അതുപോലെ തന്നെ സിസിലിയുടെ ആങ്ങള മരിച്ച സമയത്ത് ബോബനെ വിളിച്ച് പറഞ്ഞ് ഞാൻ വന്നായിരുന്നു. വന്ന് ഒറ്റ നോട്ടത്തിൽ ഞാൻ അങ്ങോട്ട് പറഞ്ഞു സിസിലി എങ്ങനെ ചോദിച്ചു. അതും എൻ്റെ ഗുണമല്ല, സിസിലിയുടെ ഗുണമാണ്. കാരണം സിസിലിയുടെ ഷേപ്പ് മാറിയിട്ടില്ല. അപ്പം അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ അജീനെയും അങ്ങനെയൊക്കെ ഉള്ളവരെ കാണുന്നത് ഇന്നാളത്തെ മീറ്റിങ്ങിന് വന്നപ്പോഴാണ്. ബെന്നിച്ചനെ കാണുന്നതൊക്കെ മീറ്റിങ്ങിന് വന്നപ്പോൾ എല്ലാവരെയും 2 ബെന്നിച്ചന്മാരെ ഞാൻ കാണുന്നത് സത്യത്തിൽ ഇത്രയും കൊല്ലങ്ങൾക്ക് ശേഷം
എല്ലാം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഞാൻ പലരെയും ഓർക്കാറുണ്ടായിരുന്നു, നിങ്ങളൊക്കെ എവിടെയായിരിക്കും, എന്തായിരിക്കും എന്നൊക്കെ എനിക്ക് എൻ്റെ ഉള്ളിൽ ഓർമ്മയുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് പോയതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വരാതെ ആയതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പിന്നെ ബന്ധങ്ങളില്ലാതെ പോയി. അതുകൊണ്ടാണ് ഞാൻ അന്നത്തെ മലർ മഞ്ചൽ കൊണ്ടുവരൂ, മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെ ആ മാഞ്ചുവട്ടിൽ, മാഞ്ചുവട്ടിൽ. മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെ ആ മാഞ്ചുവട്ടിൽ, മാഞ്ചുവട്ടിൽ. ഇടനെഞ്ചിൻ താളമോടെ നെടുവീർപ്പിൻ മൂളലോടെ, ഇടനെഞ്ചിൻ താളമോടെ നെടുവീർപ്പിൻ മൂളലോടെ, മലർമഞ്ചൽ തോളിലേറ്റിപ്പോരുകില്ലേ ഓ. മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെ ആ മാഞ്ചുവട്ടിൽ, മാഞ്ചുവട്ടിൽ. ഒരു കുമ്പിൾ മണ്ണുകൊണ്ടു വീടു വയ്ക്കാം, ഒരു തുമ്പപ്പൂവ് കൊണ്ടു വീരുന്നൊരുക്കാം, ഒരു നല്ല മാങ്കനിയാ മണ്ണിൽ വീഴ്ത്താം, ഒരു കാറ്റിൻ കനിവിനായി, ഒരു കാറ്റിൻ കനിവിനായി പാട്ടുപാടാം ഓ. മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെ ആ മാഞ്ചുവട്ടിൽ, മാഞ്ചുവട്ടിൽ. ഒരു നുള്ളു പൂവിറുത്തു മാല കോർക്കാം, ഒരു പുള്ളിക്കുയിലിനൊത്തു കൂവി നിൽക്കാം, ഒരു വാഴക്കൂമ്പിൽ നിന്നു തേൻ കുടിക്കാം, ഒരു രാജാ ഒരു റാണി, ഒരു രാജാ ഒരു റാണിയായി വാഴാം ഓ. മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ, എൻ്റെ ഏറെ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ചെറുപ്പകാലത്ത് കൂടെ പഠിച്ചിരുന്ന കൂട്ടുകാരെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഗ്രൂപ്പ് തുടങ്ങുക എന്നുള്ളത്. അതിനായി ഞാൻ ഓരോ ദിവസവും ഇതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ സുഹൃത്തായ അഡ്വക്കേറ്റ് ബെന്നിയോട് ഇങ്ങനെ ഒരു കൂട്ടായ്മ തുടങ്ങുന്നതിനെപ്പറ്റി സംസാരിച്ചു. എൻ്റെ ഭാഗത്തു നിന്നും 100% സപ്പോർട്ട് ഉണ്ടാകുമെന്ന് ബെന്നി എനിക്ക് ഉറപ്പ് തന്നു. പിന്നെ ഞാൻ ഒട്ടും വൈകിയില്ല, അറിയാവുന്ന കൂട്ടുകാരുടെ നമ്പറുകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങി. അതിൽ ഞാൻ ആദ്യമായി ഒരു മെസ്സേജ് ഇട്ടു. ആ മെസ്സേജ് ഇപ്രകാരമായിരുന്നു. അതായത് 2023 ഡിസംബർ മാസം 10-ാം തീയതി ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് നമ്മൾ പഠിച്ച സ്കൂളിൽ സാധിക്കുന്ന എല്ലാവരും ഒത്തുകൂടണം എന്നായിരുന്നു ആ മെസ്സേജ്. അത്ഭുതമെന്ന് പറയട്ടെ, അന്നേ ദിവസം 28 പേർ ഒരു ക്ലാസ് റൂമിൽ ഒത്തുകൂടി. 44 വർഷങ്ങൾക്ക് ശേഷമുള്ള ആ ഒത്തുചേരൽ ഭയങ്കര സന്തോഷം പകരുന്ന ഒരു കാഴ്ചയായിരുന്നു. ആ യോഗത്തിൽ വെച്ച് വാട്സപ്പ് ഗ്രൂപ്പിന് ഞാൻ തന്നെ ഒരു പേര് നിർദ്ദേശിച്ചു. ആ പേരാണ് നമ്മളിന്ന് നിലനിൽക്കുന്ന ബാല്യകാല സൗഹൃദം എന്ന വാട്സപ്പ് ഗ്രൂപ്പ്. എല്ലാവരും ആ പേര് കൈയടിച്ച് പാസ്സാക്കി. തുടർന്ന് ഡിസംബർ മാസം 31-ാം തീയതി ഞായറാഴ്ച ക്രിസ്മസ് ആഘോഷവും ന്യൂ ഇയർ സെലിബ്രേഷനും നടത്തുകയുണ്ടായി. അന്നത്തെ മീറ്റിങ്ങിൽ ബഹുമാനപ്പെട്ട ടോണി അച്ഛൻ മുഖ്യാതിഥിയായിരുന്നു.
ആ യോഗത്തിൽ വെച്ച് 2024 ഭാഗ്യവാനായി CT ഷാജിയെയും ഭാഗ്യവതിയായി സിസ്റ്റർ ലിസമ്മയെയും നറുക്കിലൂടെ തിരഞ്ഞെടുത്തു. തുടർന്ന് കേക്ക് കട്ടിങ്ങും അംഗങ്ങൾ പാട്ടുപാടുകയൊക്കെ ചെയ്തു. സ്നേഹവിരുന്ന് നടത്തി യോഗം പിരിഞ്ഞു. ഗ്രൂപ്പിൽ നിന്നും ഒരു 1 ഡേ ടൂർ പോകണമെന്ന് മീറ്റിങ്ങിൽ പലരും ആവശ്യപ്പെട്ടു. അതനുസരിച്ച് ജനുവരി മാസം 28-ാം തീയതി ഞായറാഴ്ച 20 അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വാഗമൺ ട്രിപ്പ് സംഘടിപ്പിച്ചു. 44 വർഷങ്ങൾക്ക് ശേഷമുള്ള ഒന്നിച്ചുള്ള യാത്രയും ഒന്നിച്ചുള്ള ഭക്ഷണം കഴിക്കലും ഫോട്ടോ എടുക്കലും എല്ലാവരിലും ഒത്തിരി ആനന്ദം പകർന്നു. തുടർന്ന് രമാദേവിയുടെ മകൻ്റെ കല്യാണവും. ഞങ്ങളാരും ഗായകരൊന്നുമല്ല. പിന്നെ ഈ പാട്ട് പാടാൻ ഞാൻ ശ്രമിച്ചത് എനിക്ക് കുറേ ഓർമ്മകളുണ്ട് ഈ പാട്ടുകൾക്ക്. അതായത് ഞാനെൻ്റെ കച്ചവടിക്കുന്ന സമയത്ത് നമുക്കന്ന് എല്ലാ വെള്ളിയാഴ്ചയും മീറ്റിംഗ് ഉണ്ടല്ലോ, ഓർക്കുന്നുണ്ടോ എല്ലാവരും? ആ മീറ്റിങ്ങിൽ തലേദിവസം നമ്മൾ പറയും മീറ്റിംഗാണ്, അപ്പോൾ പാട്ട് പാടണം, ഡാൻസ് കളിക്കണം. ആരും തയ്യാറാവുന്നില്ല ക്ലാസ്സിൽ. ഞാനപ്പോൾ അവരൊന്ന് പറയാം, ഞാൻ ഡാൻസ് കളിക്കാം, പക്ഷെ ഞാനൊരു ഡാൻസും പഠിച്ചിട്ടില്ല. എൻ്റെ ആവേശം കൊണ്ട് ഞാൻ കയറി പറഞ്ഞതാണ്. അന്ന് സമയമായപ്പോൾ ഡാൻസ് കളിക്കണ്ടേ. അപ്പോൾ ഫ്രണ്ട്സൊക്കെ കൂടി ഒരാൾ പൗഡർ കൊണ്ടുവന്നു. അന്നൊക്കെ ഇങ്ങനെ നമുക്ക് ഇപ്പോൾ ഒരുങ്ങുന്ന പോലെ ഒന്നും അറിയത്തില്ലല്ലോ. ഈ പൗഡർ കൊണ്ട് ദുരിതത്തിലൊക്കെ ഇങ്ങനെ കുത്തി പൊട്ടൊക്കെ തൊട്ട് എന്നെ പിള്ളേരെ അവരുടേതായ രീതിയിലൊക്കെ ഒരുക്കി തന്നു. പാട്ട് ഞാൻ തന്നെ പാടി. ഇന്നിപ്പോൾ നമുക്കിങ്ങനെ ഓർക്കസ്ട്രയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ കയ്യിൽ. അന്ന് അങ്ങനെയൊന്നുമില്ല. ഞാൻ തന്നെ പാടി മീറ്റിങ്ങിൻ്റെ സമയത്ത് ടീച്ചറിൻ്റെ മുന്നിൽ ഡാൻസ് കളിച്ചു ഞാൻ. അതെൻ്റെ ഒരു ധൈര്യമായിരുന്നു. അന്ന് വരെ ഡാൻസിനോട് ഇഷ്ടമായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് ഡാൻസൊന്നും ഞാൻ അതിന് വേണ്ടി തയ്യാറാക്കില്ല. പക്ഷെ അതിൻ്റെ ഓർമ്മ എൻ്റെ മനസ്സിലെപ്പോഴും ആ പാട്ടുണ്ട്. ഞാനത് ബോബനോട് പറയുമായിരുന്നു, എനിക്ക് തന്നെ സ്റ്റേജിൽ കയറി പാടാൻ പേടിയാണ്, ബോബനും കൂടെ എന്നെ കൂടെ കൂടാവോ ചോദിച്ചോ. ഒരാഴ്ച ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പാടി നോക്കുകയാണ്. അതിനകത്ത് ഒത്തിരി തെറ്റുണ്ടാവും. എല്ലാവരും ആ പഴയ 7ാം ക്ലാസ്സിൻ്റെ ഓർമ്മയിൽ അതൊക്കെ അങ്ങ് ക്ഷമിക്കുക കേട്ടോ.
രാസലീല ആടിടുന്നു മേഘമാല മുരളി സംഗീതം ദൂരെ ഓർമ്മകൾ ഓർമ്മകൾ ഓടക്കുഴലൂതി ഓർമ്മകൾ ഓർമ്മകൾ ഓടക്കുഴലൂതി വിശാലമായ മാറിൽ താമരപ്പൂമെത്ത തീർക്കും വേണുവിൻ ഗാനം ദൂരെ ഓർമ്മകൾ ഓർമ്മകൾ ഓടക്കുഴലൂതി ഓർമ്മകൾ ഓർമ്മകൾ ഓടക്കുഴലൂതി സമയമാം യമുനയോ പിറകിലേക്കൊഴുകിയോ മധുരമണിനാദം മാടി വിളിക്കുന്നു चाहे दुख चाहे सुख दिल ने तुझको ही पुकारा तूने हमको है बनाया तूने हमको है सवारा जागो तो रख है हमें तेरा है सहारा बस तेरा साथ हो चाहे जो बात हो बस तेरा साथ हो चाहे जो बात हो तेरे कहने से डर जाएंगे हम मर जाएंगे ओ हम मर जाएंगे मेरे यारा तेरे गम अगर पाएंगे हम मेरे कसम हम सबर जाएंगे എൻ്റെ പേര് മരിയ, വീട് വൈക്കത്താണ്. എനിക്ക് 2 മക്കളാണ്. മൂത്തയാൾ മോനാണ്, അവൻ UK യിലാണ് പഠിക്കാൻ പോയിരിക്കുകയാണ്. ഇളയ മോള് അവൾ ഡിഗ്രി ഫൈനലിലാണ്, പരീക്ഷ എല്ലാം കഴിഞ്ഞ് നിൽക്കുന്നു. അപ്പോൾ ഇവിടെ ഇച്ചിരി തബലയൊക്കെ പഠിക്കുന്നുണ്ട്. ഇന്ന് ഒരു ചെറിയൊരു പ്രോഗ്രാമൊക്കെ വെക്കാറുണ്ട്. അപ്പോൾ ഞങ്ങൾ തമ്മിൽ എന്തെല്ലാം നടക്കി കാരണം പ്രോഗ്രാം ക്യാൻസൽ. അപ്പോൾ അതാണ് ഞങ്ങളുടെ കൂടെ. ഞങ്ങളുടെ പേര് റാണി എന്നാണ്. ഞങ്ങൾ 4 പേരാണ് ഇപ്പോൾ വീട്ടിലുള്ളത്. ഞാൻ താമസിക്കുന്ന വല്ലത് പാലത്തിൻ്റെ അവിടെ പഴയ എൻ്റെ വീട് തന്നെ. ഇതിൽ കുറച്ച് പേരൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. അതെ, അഭിജിത്ത് മുഹൂർത്തം വിഘടിക്കാതെ വിച്ഛേദിക്കാതെ വിസ്ഫോടനം നടത്താതെ വിഹായസിലേക്ക് വിഘടിക്കാതെ വിച്ഛേദിക്കാതെ വിസ്ഫോടനം നടത്താതെ വിഹായസിലേക്ക്. ഹലോ മിസ്റ്റർ, നിങ്ങൾ എന്താ നിർത്താത്തത്? എന്റെ അച്ഛൻ നിർത്തിട്ടില്ലല്ലോ. എന്റെ അച്ഛന്റെ അച്ഛന് നിർത്തില്ല, പിന്നെ ഞാനെങ്കിലും നിർത്തണം. എന്നെ എല്ലാവരും കുടമനുഷ്യ എന്നാ വിളിക്കുന്നത്. കുടമനുഷ്യൻ എന്നെയും അങ്ങനെയാ വിളിക്കുന്നത്. കുടമനുഷ്യ. പക്ഷേ ഈ കുട ഞാൻ മേടിച്ചതാണ്.
എന്നിട്ട് ഈ നാടിക്ക് താഴെ ഞാൻ ഒരാണി കളിച്ചു. ഇതുവരെ ആരും അത് ഇളക്കിട്ടില്ല. ഇതാ കണ്ടോ, കണ്ടോ, നോക്കിയേ. കണ്ടോ? നിങ്ങൾ നിവർത്തിട്ടില്ല, നിങ്ങൾ ചുരുക്കിട്ടില്ല. അപ്പോൾ നമ്മൾ രണ്ടും ഒന്ന്. അല്ല സുഹൃത്തെ, നമ്മൾ എന്തിനാ ഇങ്ങനെ അറിയിക്കുന്നത്? ഇരിക്കണ്ടേ? ഇന്നലെ എന്തായിരുന്നു പറഞ്ഞത്? ഒന്നുകൂടി പറഞ്ഞേ. നമുക്ക് ജീവിക്കണമെന്ന്. ജീവിക്കുക, ജീവിതം ജീവിതം ഒരു അരുവിയാണ്, മേഘമാണ്, മലയാണ്, തടാകമാണ്. നിങ്ങൾ എന്താ ജീവിക്കുക? നീയുമല്ല, നീയും ഞാനുമല്ല. നിങ്ങൾ എന്ത് പറയുന്നു? കാലമൊരുക്കിയ വേദിതാ കളിചിരിയായി നാം ഒന്നായി. കാലമൊരുക്കിയ വേദിതാ കളിചിരിയായി നാം ഒന്നായി. കണ്ടുമറന്ന മുഖങ്ങളിലുണ്ടൊരു കനകമനോഹര പുഞ്ചിരിയും ഓർമ്മക്കൂട് 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 ഓർമ്മക്കൂട്. അസുലഭസുരവില നിമിഷങ്ങൾ അഖിലം മുഴുവൻ അറിയട്ടെ. അസുലഭസുരവില നിമിഷങ്ങൾ അഖിലം മുഴുവൻ അറിയട്ടെ. അതിരുകളില്ല സ്നേഹത്തണലിൽ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ ഈ പ്രോഗ്രാമിന് അധ്യക്ഷനായിരുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ ഫാദർ ടോണി കോട്ടയ്ക്കൽ, നമ്മുടെ ഉദ്ഘാടനം നടത്തിയ നമ്മുടെ തന്നെ സഹപാഠിയായ ഫാദർ തോമസ് വൈക്കത്ത് പറമ്പിൽ, ആശംസാ പ്രസംഗം നടത്തിയ നമ്മുടെ വാർഡ് മെമ്പർ മിനി മനിക്കപ്പറമ്പിൽ, ഫാദർ ജോണി 15, പിന്നെ നമ്മുടെ സ്നേഹ ബഹുമാനപ്പെട്ട എല്ലാ ടീച്ചേഴ്സിനെയും പപ്പച്ചൻ ചേട്ടനും അതുപോലെ നമ്മുടെ സഹപാഠികൾക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും എല്ലാവരെയും ഞാൻ ഈ നന്ദി പ്രകടനത്തിനായിട്ട് അതിന് മുന്നേ നിങ്ങൾക്കൊരു നമസ്കാരം. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ആദ്യമായിട്ട് ഡിസംബർ 10-ാം തീയതി അതിന് മുന്നേ ബോബൻ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഉണ്ടാക്കി, ഗ്രൂപ്പിലിട്ടു. അപ്പോൾ നമുക്കിങ്ങനെ ഒന്ന് എല്ലാവർക്കും കാണാമെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഇവിടെ 7ാം ക്ലാസ് വരെ മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. അപ്പം ഈ 7ാം ക്ലാസ് വരെ പഠിക്കുന്ന സമയത്ത് നമ്മൾ 2-3 കൂട്ടുകാരൊക്കെ തമ്മിൽ മിണ്ടുമെന്നുള്ള അല്ലാതെ ഗേൾസ് ബോയ്സിനോട് മിണ്ടത്തില്ല, ബോയ്സ് ഗേൾസിനോട് മിണ്ടത്തില്ല. മിണ്ടിയാൽ തന്നെ വലിയ പ്രശ്നങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് നമ്മുടെ കൂടെ പഠിച്ച കുറേ പേരിവിടെ ഉണ്ട്. വലുതായപ്പോഴേക്ക് എല്ലാവരുടെ രൂപങ്ങളെല്ലാം മാറി. പക്ഷെ നമുക്കറിയില്ല, ചിലപ്പോൾ ഇങ്ങോട്ട് ചോദിക്കും, ഇവിടെ പഠിച്ചല്ലേ, ഷോജിയല്ലേ, ഞാൻ ആ ക്ലാസ്സിൽ പഠിച്ചതാ. അപ്പോഴേക്കും ഇങ്ങനെ കേൾക്കുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് തോന്നും, അയ്യോ ഇതുപോലെ ഒത്തിരി അലൂമിനികൾ ഉണ്ടാകുന്നുണ്ട്. ഇതിന് ശേഷം നമ്മൾ പഠിച്ചു പോയ പല സ്കൂളുകളിലും കോളേജിലും അവിടെയൊക്കെ അലൂമിനി മീറ്റിങ്ങുകളുണ്ട്, എല്ലാവരെയും കാണുന്നുണ്ട്. അപ്പോഴേക്കും ഓർക്കും, എൻ്റെ ദൈവം, ഈ ചെറിയ സ്കൂളിൽ പഠിച്ച, അതും പ്രത്യേകിച്ച് നാട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് വല്ലാത്തുള്ളവരെ ഇവരെല്ലാവരും എന്തെങ്കിലും ഒന്ന് കാണാൻ സാധിച്ചിരുന്നെങ്കിൽ ഇവരൊക്കെ എങ്ങനെയാണ് ഇരിക്കുന്നത്, ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നത്. ഒരു വട്ടം കൂടിയെന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. ഒരു വട്ടം കൂടിയെന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലി മരമൊന്നുലുത്തുവാൻ മോഹം. മരമൊന്നുലുത്തുവാൻ മോഹം. അടരുന്ന കായ്മണികൾ പൊഴിയുമ്പോൾ ചെന്നെടുത്ത് അതിനൊന്നു തിന്നുവാൻ മോഹം. സുഖമിഴും കയ്പും പുളിപ്പും മധുരവും നുകരു
കിണർ വെള്ളം കോരി കുടിച്ചെന്ത് മധുരമെന്നോതുവാൻ മോഹം, എന്ത് മധുരമെന്നോതുവാൻ മോഹം. ഒരു വട്ടം കൂടിയ പുഴയുടെ തീരത്ത് വെറുതെ ഇരിക്കുവാൻ മോഹം, ഒരു വട്ടം കൂടിയ പുഴയുടെ തീരത്ത് വെറുതെ ഇരിക്കുവാൻ മോഹം, വെറുതെ ഇരുന്നൊരു കുയിലിൻ്റെ പാട്ടു കേട്ടെതി പാട്ടു പാടുവാൻ മോഹം, എതിർപ്പാട്ടു പാടുവാൻ മോഹം. അതു കേൾക്കെ ഉച്ചത്തിൽ കൂകും കുയിലിൻ്റെ ശ്രുതി പിന്തുടരുവാൻ മോഹം, ഒടുവിൽ പിണങ്ങോട് അരുതേ എന്നോതുവാൻ മോഹം, വെറുതെ